ഖത്തർ വിധിച്ച വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇന്ത്യയുടെ മുൻ നാവികരെ തിരികെ എത്തിച്ച സംഭവം ഏറെ മാധ്യമ ശ്രദ്ധ നേടി. ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് ഈ അസാധാരണവും അപൂർവവുമായ സംഭവത്തെ വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതിനിടയിലാണ് മറ്റൊരു വെളിപ്പെടുത്തലുമായി BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്ത് വന്നത്. 8 മുൻ നാവികരെ ഖത്തർ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബോളിവുഡ് താരം ഷാരൂഖ് ഖാന്റെ സഹായം തേടിയെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത്. സംഭവത്തിൽ പ്രധാനമന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിന് താഴെയാണ് ഇതുമായി ബന്ധപ്പെട്ട സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാമർശം. ഗുരുതരമായ പരാമർശങ്ങളാണ് സുബ്രഹ്മണ്യൻ സ്വാമി നടത്തിയത്. മുൻ നാവികരെ വിട്ടയക്കാൻ ഖത്തറിനെ സ്വാധീനിക്കുന്നതിൽ വിദേശകാര്യ മന്ത്രാലയവും ദേശീയ സുരക്ഷാ ഏജൻസിയും പരാജയപ്പെട്ടതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഖത്തർ ഷെയ്ഖ് കുമാറിൽ സ്വാധീനം ചെലുത്തുന്നതിൽ വിദേശകാര്യ മന്ത്രാലയവും ദേശീയ സുരക്ഷാ ഏജൻസിയും പരാജയപ്പെട്ടു. ഒത്തുതീർപ്പിലൂടെ നാവികരെ മോചിപ്പിക്കാൻ ഇടപെട്ടത് സിനിമാ താരം ഷാരൂഖ് ഖാനാണ്. മോദി ഖത്തർ സന്ദർശനത്തിൽ അദ്ദേഹത്തെയും കൂടെ കൂട്ടണം. ഇങ്ങനെയാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ കമന്റ്. എന്നാൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാമർശത്തെ തള്ളി ഷാരൂഖ് ഖാന്റെ ഓഫീസ് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. മോചനം സാധ്യമാക്കിയത് ഇന്ത്യൻ സർക്കാരാണ്. ഷാരൂഖിന് പങ്കുണ്ടെന്ന വാദങ്ങൾ തള്ളിക്കളയുന്നു. നയതന്ത്രവും ഭരണപരവുമായ കാര്യങ്ങൾ യോഗ്യരായ നേതാക്കളാണ് നടപ്പിലാക്കുന്നത്. മുൻ നാവിക ഉദ്യോഗസ്ഥർ സുരക്ഷിതമായി തിരിച്ചെത്തിയതിൽ മറ്റെല്ലാവരെയും പോലെ ഷാരൂഖും സന്തോഷവാനാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഷാരൂഖിന്റെ മാനേജർ പൂജ ദത്ലാനി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. 8 മുൻ നാവികരെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അലത്താനിയാണ് വിട്ടയക്കാൻ തീരുമാനിച്ചത്. മലയാളി ഉൾപ്പെടെ 7 പേരും തിങ്കളാഴ്ച പുലർച്ചെ തന്നെ ഇന്ത്യയിൽ തിരിച്ചെത്തിയിരുന്നു. ക്യാപ്റ്റൻ നവ്തേജ് സിംഗിൽ, ക്യാപ്റ്റൻ സൗരവ് വസിഷ്, ക്യാപ്റ്റൻ ബിരേന്ദ്രകുമാർ വർമ്മ, കമാൻഡർ സുഗുണാകർ പഗാല, കമാൻഡർ സഞ്ജീവ് ഗുപ്ത, കമാൻഡർ അമിത് നാഗ്പാൽ, തിരുവനന്തപുരം സ്വദേശിയായ നാവികൻ രാകേഷ് ഗോപകുമാർ എന്നിവരാണ് തിരിച്ചെത്തിയത്. ദോഹയിൽ തുടരുന്ന കമാൻഡർ പൂർണേന്ദു തിവാരിയും വൈകാതെ ഇന്ത്യയിലെത്തും. ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ഖത്തറിലെ സ്വകാര്യ കമ്പനിയായ അൽ ദഹ്റയിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. ഈ കമ്പനിയിൽ ജോലി ചെയ്യവെയാണ് ഇവർ അറസ്റ്റിലായത്. ദുബായിൽ നടന്ന COP28 ഉച്ചകോടിയിൽ ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ നാവികരുടെ വിഷയവും ചർച്ചയായെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഇടപെടലുകളും മുൻ നാവികരുടെ മോചനത്തിൽ വലിയ പങ്കുവഹിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് വിവാദ പരാമർശവുമായി സുബ്രഹ്മണ്യൻ സ്വാമി രംഗത്ത് വന്നതും. നേരത്തെയും നിരവധി വിഷയങ്ങളിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പ്രസ്താവനകൾ വിവാദമായിട്ടുണ്ട്.